ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് Volkswagen Ameo, അതിന്റെ ഡീസലാണ് കേട്ടോ. അതിന്റെ റിയറിലെ വീൽ ബെയറിംഗ് പോയിട്ടുണ്ട്. അപ്പൊ അത് മാറണം. അപ്പൊ അതെങ്ങനെ അഴിക്കാന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാണ്ടോ വീൽ ബെയറിംഗ്. ഇത് ഹബ്ബ് വിത്ത് വീൽ ബെയറിംഗ് വരുന്നത്. ഇത് ABS ഉള്ളതാണ്. ABSന്റെ സെൻസർ വരുന്നുണ്ട്. ഇനി പുതിയ സെൻസർ വരുന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചെടുത്ത് അതിൽ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി ഇതെങ്ങനെ അഴിക്കാൻ നമുക്ക് നോക്കട്ടോ. ഏതൊക്കെ ഞെട്ടും ഭാഗങ്ങളും ഏതൊക്കെ അഴിക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ അഴിക്കേണ്ടത് അതായത് പുറത്ത് കാണുന്ന കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് അഴിച്ചെടുക്കണം. ആ കപ്പ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൈനസ് വെച്ച് തട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ സൈഡിൽ നിന്ന് തട്ടിയെടുത്താൽ മതി ആ കപ്പ്. പിന്നെ അഴിക്കേണ്ടത് ആ സെൻറ്ററിൽ കാണാൻ ഞെട്ടാണ് കേട്ടോ. 30ൻ്റെ ഞെട്ടാണ് വരുന്നത്. അപ്പോൾ അത് അഴിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞെട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി ആ ഹബ്ബ് നേരെ അത് വലിച്ചെടുത്താൽ മതി കേട്ടോ. വേറെ ഞെട്ടും പൂട്ടണമൊന്നുമില്ല, ആ കപ്പും ഈ ഒരു ഞെട്ടും മാത്രം കേട്ടോ. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹബ്ബിന് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ ബെയറിങ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് SMRൻ്റെ ബെയറിങ്ങാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുതിയ ബെയറിങ് അല്ല ABSൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പഴയതെടുത്ത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തെ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം പുതിയ ഹബ്ബ് നമുക്കതിലേക്ക് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ആ ബ്രേക്കിൻ്റെ പൊടി കുറേ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഹബ്ബിൽ ഒരു ഇത്തിരി ഗ്രീസ് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഹബ്ബിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ബെയറിങ് അതിൽ പിടിച്ചിരിക്കും. ബെയറിങ്ങിൻ്റെ സ്ലീവ് അതിനകത്ത് പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ബെയറിങ് നമുക്ക് നേരെ അതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കണം. ഓക്കെ, ബെയറിങ് ഹബ്ബ് അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം കപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വോൾസ്വാഗൻ്റെ ആമിയോൻ്റെ ബെയറിങ് മാറാം. ഒക്കെ ഏകദേശം ഒക്കെ സെയിമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വോൾസ്വാഗൻ്റെ റിയറിലെ ബെയറിങ് മാറേണ്ടത് കേട്ടോ. ഹബ്ബ് വിത്ത് ബെയറിങ്ങാണ് വരുന്നത്. ഞെട്ടുമ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ആ കപ്പ് ഇടുക. എന്നിട്ട് ഡ്രമ്മും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് വീലിട്ടാൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് ഡ്രം അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.